ഇവനാരാ കൊറിയർ അയക്കാനും മാത്രം? ആർക്ക് വന്നാണത്? ഞാനാരാ ഇവിടെ ഇവനെന്നൊക്കെ വിളിക്കാനും മാത്രം? ആനന്ദ്. എന്താ അത്? വല്ല കഥയായിരിക്കും. അവൻ അയച്ചു കൊടുത്ത മാഗസീൻകാർ തിരിച്ചയച്ചതായിരിക്കും. തുറന്നോക്ക്, എന്താ നമുക്കറിയാലോ. അയ്യേ പേന. ഹാ, ഇതായിരുന്നോ? ഇതാ മറ്റേ മാജിക് പെൻ അല്ലേ? മാജിക് പെണ്ണോ? ആഹാ, അപ്പൊ നീ അറിഞ്ഞില്ലേ? എടാ, ഈ പെന്നിൽ എന്തോ സൂപ്പർ പവർ ഉണ്ടെന്ന് അവൻ പറയണേ. ഇത് വെച്ച് എഴുതി കഴിഞ്ഞാ അവന്റെ കഥ ഹിറ്റ് ആവൂന്ന്. ആഹാ, എന്നാ അതൊന്നും അറിയണമല്ലോ. എടാ 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 വേണ്ടടാ, അവനൊരു വിശ്വാസമല്ലടാ. എന്താന്ന് വെച്ചായിക്കോട്ടെ. വേണ്ട വേണ്ട, ഇത്തരം അന്ധവിശ്വാസങ്ങളൊന്നും ഞാൻ വെച്ച് പൊറുപ്പിക്കത്തില്ല. വിശ്വാസമൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യമാണ്. അതിൽ കയറി നീ ഇന്റർഫിയർ ചെയ്യരുത്. എന്നാലും ഇങ്ങനെയുണ്ട് അന്ധവിശ്വാസം. എനിക്കുണ്ട് അന്ധവിശ്വാസമൊക്കെ. എന്നാലും ഇത് കുറച്ച് ഓവറാ. നിനക്കെന്താ അന്ധവിശ്വാസം ഉള്ളത്? അതിപ്പോ എങ്ങനെ പറയാ? ആ, നീ ഒരു നല്ല പെൺകുട്ടിയാണെന്ന് ഒരു വിശ്വാസമുണ്ട്. അത് അന്ധവിശ്വാസമാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ എന്റെ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നില്ലേ? ആഹാ, അപ്പൊ എനിക്കുണ്ട് അന്ധവിശ്വാസം. അതെന്താണെങ്കിലും എനിക്കറിയണ്ട. അന്ധവിശ്വാസം പറയുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും കുറ്റകരമാണ്. നിന്നെക്കുറിച്ചുള്ള എന്റെ അന്ധവിശ്വാസം എന്താന്ന് ഞാൻ പറയട്ടെ. വേണ്ട പാറു, വേണ്ട. നീ രക്ഷ പ്രാപിക്ക്. നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേറെ ആളുണ്ട്. ഓ, സാജനായിരിക്കും ഉദ്ദേശിച്ചത്. അവൻ ജീവിതം എടുത്തതിന്റെ പുറകെ നടക്കുന്നവനാ. അവൻ പ്രാർത്ഥിച്ചാൽ ഫലിക്കാൻ പോകുന്നില്ല. അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഞാനിപ്പോ ഒരു കാര്യം പറയുന്നുള്ളൂ. നീ അവന് പെൻ തിരിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ ഞാൻ അവനോട് പോയി പറയും നീ അവനെ പെൻ അടിച്ചു മാറ്റിന്ന്. ഓ പിന്നെ, എങ്കിലും അവനെ വന്ന് തല്ലു കൊല്ലുമായിരിക്കും. കൊല്ലില്ലായിരിക്കും, പക്ഷെ തല്ലും. തല്ലിയ കലാകാരന്റെ കൊലപാതകം ഇവിടെ നടക്കും. ഓഹോ, നീ കുറെ ചെയ്യും. അതെ, നിങ്ങളുടെ പണ്ടത്തെ ബെറ്റിൽ ഇനിയും ബാക്കിയുണ്ട് ഒരു 3 അടി. എന്നാ മറന്നോ? 3 അടി വാമനമട്ട് മാവേലിക്കൂടെ ടാർജറ്റ് അല്ലേ? 3 അടി. 7 അടി വാങ്ങാൻ അറിയാമെങ്കിൽ ബാക്കി 3 അടിയും കൂടെ വാങ്ങാനുള്ള കരുത്ത് എനിക്കുണ്ട്. ഹെടാ, നാളല്ലോ നിനക്ക്. മേടിച്ചു കൂട്ട് ബാക്കിയും കൂടി. ആണുങ്ങളാകുമ്പോ തല്ല് വാങ്ങും കൊടുക്കും. നീ എന്തിനാ അതോട്ട് അസൂയപ്പെടുന്നേ? എടാ, നിന്റെ കാര്യം പറയുമ്പോ എന്തിനാണ് നീ ആണുങ്ങളുടെ കാര്യം എടുത്തിടുന്നേ? അത് പിന്നെ കണ്ടോ, ചമ്മി ചമ്മി ചമ്മില്ലേ? ഇനി മതി, ഇനി മിണ്ടണ്ട. ശരി, എനിക്ക് ഈ പേന കിട്ടിയെന്ന് നീ അവനോട് ഒന്ന് പറഞ്ഞു കൊടുക്ക്. നിന്റെ മറ്റേ കാര്യം ഞാൻ എല്ലാവരോടും പറയും. ഏത് കാര്യം? മറ്റേ കാര്യം. ഷേ, ഏത് മറ്റേ കാര്യം? എടാ, ഇനി പറയണോ? പോയി പറ, ഓടിപ്പോയി പറ. പറ, പോയി പറ, ചെല്ല്. വേണ്ട. ചെന്ന് പറയാന്ന് പറ പ്ലീസ്. പറ, വേണ്ട. ചെന്ന് പറയാന്ന് പറ പ്ലീസ്. അയ്യോ എന്റെ പൊന്നു മോനെ, വേണ്ട, എനിക്കൊന്നും പറയണ്ട. മാജിക് പെൻ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വലിയ ആലോചനയെല്ലാം തോന്നുന്നു. അതെങ്ങനെ മനസ്സിലായി? ആലോചിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമല്ലേ ഇത്? ഒന്ന് നമ്മുടെ കരിയറിനെ പറ്റിയും പിന്നെ പിന്നെ അല്ല, ഈ ലവറിനെ കുറിച്ചുമൊക്കെ. സമ്മതിച്ചിരിക്കുന്നു. താനാള് നിസ്സാരക്കാരനല്ലല്ലോ. സത്യം, ഞാൻ നിസ്സാരക്കാരനല്ല. ഞാൻ ടോണി. ഞാൻ സുരേഷ്, ഒരു US ബേസ്ഡ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്. അപ്പൊ ശരി. അത് പേടിക്കൊന്നും വേണ്ട, ഞാൻ മാർക്കറ്റ് ചെയ്യാനൊന്നും വന്നതല്ല. നിങ്ങളിവിടെ ബോറടിച്ചിരിക്കുന്ന കണ്ടപ്പോൾ ഒന്ന് സംസാരിച്ച് ചെറിയൊരു കമ്പനി തരാമെന്ന് ഓർത്തു, അത്രേ ഉള്ളൂ. കമ്പനി തരുന്നതൊന്നും കുഴപ്പമില്ല, പക്ഷേ തന്റെ കമ്പനിയെ കുറിച്ച് പറയാണ്ടിരുന്നാൽ മതി. എന്താ സാർ അങ്ങനെ പറഞ്ഞത്? ഈ US UK ബേസ്ഡ് കമ്പനികളുടെ നല്ലൊരു കസ്റ്റമറായിരുന്നു ഞാൻ പണ്ട്. ഓഹോ, അങ്ങനെ കുറേ ക്ഷീണം ഞാൻ വരുത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് കേൾക്കുമ്പോഴേ ഹാർട്ട് ബീറ്റ് കൂടും. ഞാൻ എൻ്റെ കമ്പനിയെക്കുറിച്ച് പൊക്കി പറയുകയാണെന്ന് വിചാരിക്കരുത്. ഇതിൽ ചേരുന്ന കസ്റ്റമേഴ്സിന് ഇഷ്ടംപോലെ പണം ലാഭം കൊടുക്കുന്നതുകൊണ്ടും പറയല്ല. ഈ കമ്പനിയുടെ ലക്ഷ്യം ഒന്നു മാത്രമേ ഉള്ളൂ, എല്ലാവരെയും പണക്കാരാക്കുക. അത് കൊള്ളാമല്ലോ. അത് കൊള്ളാലോ, അതല്ലേ പറഞ്ഞത്. ഇതിലൊരു പുതിയ സ്കീം വന്നാൽ കമ്പനി ആദ്യം നോക്കുന്നത് കസ്റ്റമർക്ക് കോടികൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ എന്ന് മാത്രമാണ്. അത് കൊടുക്കാൻ പറ്റിയാൽ മാത്രമേ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകൂ. എന്താ കമ്പനിയുടെ ലാഭം. ആദ്യം കമ്പനിക്ക് വലിയ ലാഭമൊന്നും ഇല്ലായിരുന്നു. എന്നിട്ടും ഞങ്ങളുടെ കമ്പനി
അമേരിക്കയിലെ വട്ടിപ്പലിശക്കാരുടെ കയ്യിൽ നിന്ന് 112% കൊള്ളപ്പലിശയ്ക്ക് പണം കടമെടുത്ത് ഇന്ത്യയിലെ കസ്റ്റമേഴ്സിന് ലാഭം കൊടുത്തു. ഓ, എന്താ നിങ്ങളുടെ കമ്പനിയുടെ പേര്? സക്സസ് സക്സസ് വേസ്. അല്ല, എന്താ നിങ്ങളുടെ സ്കീമുകളൊക്കെ? വേണ്ട സാർ, അത് വേണ്ട സാർ. അത് എന്ത് പറ്റി? അല്ല, സാർ ആദ്യം തന്നെ പറഞ്ഞല്ലോ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഒന്നും പറയാൻ പാടില്ലെന്ന്. സോറി സാർ, എൻ്റെ കമ്പനിയെ കുറിച്ച് ഓർത്തപ്പോൾ ഞാൻ അറിയാതെ പറഞ്ഞു പോയി. ഛേ, എന്തായാലും സുരേഷ്, ധൈര്യമായിട്ട് പറയൂ, ഞാനല്ലേ ചോദിക്കുന്നത്. എന്താ നിങ്ങളുടെ സ്കീമുകളൊക്കെ? പറയട്ടെ സാർ. പറ. അത് പിന്നെ ഈ സ്കീമുകളെന്ന് പറയുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാം കേട്ടിട്ട് സാറ് തന്നെ ഒരെണ്ണം തിരഞ്ഞെടുത്താൽ മതി. നമുക്ക് ഈ കുറച്ച് ഇനിഷ്യൽ മുടക്കിയിട്ട് കൂടുതൽ ലാഭം കിട്ടുന്ന അങ്ങനെ ഏതെങ്കിലും സ്കീം ഉണ്ടോ? എന്നാ പിന്നെ ജംബോ ആയാലോ? അതെന്താ ജംബോ? സ്കീമാണ്. അല്ല, ഈ ജംബോ എന്താ സംഭവം? സക്സസ് വേയുടെ സ്വന്തം താരമാണ് ജംബോ. ആ. വെറും 1000 മുടക്കിയിട്ട് ലക്ഷങ്ങൾ സമ്പാദിക്കാൻ പറ്റുന്ന സക്സസ് വേയുടെ സ്വന്തം ജംബോ. അത് കൊള്ളാം. ഇൻട്രസ്റ്റിംഗ്. ആ, എന്നാ കേട്ടോ, ഈ ജംബോയിൽ സാറ് ഫേസ് ചെയ്യേണ്ടത് only 5 doors, 5 വാതിലുകൾ. അത്രേ ഉള്ളൂ.